ഇതിൻ്റെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭാവിയിൽ വരുന്ന അംഗങ്ങളെ ഇപ്പോഴേ പ്രവചിച്ച ചില മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസാധ്യമായ കഴിവാണ്. ഇനി പ്രായസമ്മേളനം കഴിഞ്ഞിട്ടില്ല. പ്രായസമ്മേളനം കഴിഞ്ഞ്, ലോക്കൽ സമ്മേളനവും കഴിഞ്ഞ്, ഏരിയ സമ്മേളനവും കഴിഞ്ഞ്, ജില്ലാ സമ്മേളനവും കഴിഞ്ഞ്, സംസ്ഥാന സമ്മേളനവും കഴിഞ്ഞ്, സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. സംസ്ഥാന സെക്രട്ടറിയെ അന്ന് തിരഞ്ഞെടുക്കും. അതിനുശേഷം ചേരുന്ന സെക്രട്ടേറിയറ്റാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന കമ്മിറ്റിയാണ് സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുക്കുക. അതിപ്പോഴേ ഇന്നയാളാണ് സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ പോകുന്നത്, ഇന്നയാളാണ് മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയ നിരീക്ഷകൻ, രാഷ്ട്രീയ ലേഖകൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തോന്നിയാസവും എഴുതുന്നതിന് CPM ആകുമ്പോൾ യാതൊരു മടിയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിൽ ഒരു പറ്റം. അതുകൊണ്ട് ഇമാതിരിയുള്ള എഴുത്തും ഇതെല്ലാം കുറേ കൊല്ലമായിട്ട്, കുറേ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് CPM കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കെട്ടായി ഈ കേരളത്തിലെ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന പാർട്ടി കോൺഗ്രസ് വരെയുള്ള എല്ലാ സമ്മേളനങ്ങളും കൈകാര്യം ചെയ്തു പോകുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതും ഞങ്ങളുടെ കുറിപ്പിൻ്റെ ഭാഗമായിട്ട് ചില ഭാഗങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മാതൃഭൂമിയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, മനോരമയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പാർട്ടി സമ്മേളനം എങ്ങനെ നടത്തണം എന്ന സംബന്ധിച്ച് ഇന്നും വന്നിട്ടുണ്ടല്ലോ, ഇതിനിടെയും വന്നിട്ടുണ്ട്. നല്ലത്. ഞങ്ങൾ എന്തൊക്കെയാണോ നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശങ്ങളൊക്കെ ഇന്ന നിർദ്ദേശങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാനൊന്നും പറ്റുന്നതല്ല. വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ചേർത്തിട്ടില്ല. നല്ലത്. ഞങ്ങൾക്കതിലൊന്നും വേറെ പ്രശ്നമില്ല. ഞങ്ങൾ കർശനമായ രീതിയിൽ തന്നെ സമ്മേളനം ഗൗരവത്തോടുകൂടി നടത്തണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അത് ആ രീതിയിൽ തന്നെയാണ് നടത്തുകയും ചെയ്യാം. അപ്പോൾ ഫെബ്രുവരി മാസം നടക്കേണ്ടുന്ന സമ്മേളനത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ അജണ്ട വെച്ച് അതിൻ്റെ ആളുകളെ തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് പോകുന്ന നിലയൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിൻ്റെ അജണ്ട ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ ധരിക്കേണ്ട. നിങ്ങൾക്ക് ആ അജണ്ടയെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഈ കഥ എഴുതുന്ന ആളുകൾക്ക് എഴുതാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇന്നിപ്പോൾ ചില പത്രങ്ങൾ വളരെ വലിയ വണ്ടക്കാ തലക്കെട്ടിൽ എന്തോ ഭയങ്കരമായ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പാർട്ടിക്കും ഗവൺമെൻറ്റിനൊക്കെ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രശ്നം? തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിൽ UDF 3-ാം സ്ഥാനത്തും LDF 2-ാം സ്ഥാനത്തും 1-ാം സ്ഥാനത്ത് BJP വന്ന കാര്യം സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. ഞാൻ തന്നെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ആ കാര്യം മുഴുവൻ ഇതിന് മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? BJPയുമായി CPIM ADGPയുമായി ഒരു ലിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള കള്ളക്കഥ പറഞ്ഞുകൊണ്ടാണ്. തികച്ചും തെറ്റായ, അവാസ്തവമായ, അസംബന്ധമായ ഒരു റിപ്പോർട്ടിൻ്റെ മേലെ വാർത്തയുണ്ടാക്കിയിട്ട് ആ വാർത്ത പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ പ്രതികരിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളിതെല്ലാം മുമ്പേ പ്രതികരിച്ചതാണ്. ഏതെങ്കിലും DGPയെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ADGPയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഏതെങ്കിലും വിഭാഗവുമായി RSSോ BJPയോമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കേണ്ട പ്രശ്നമില്ല. കാരണം വളരെ തുറന്നു വെച്ച പുസ്തകം പോലെ മുഴുവൻ ആളുകൾക്കും വായിക്കാൻ സാധിക്കുന്നതാണ് CPIയും അതുപോലെ തന്നെ BJPയും RSസും തമ്മിലുള്ള ബന്ധം. നിരവധിയായ സന്ദർഭങ്ങളിലായിട്ട് ഈ കേരളത്തിലെ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി അജണ്ട വെച്ച് പ്ലാൻ ചെയ്തൊരു അഖിലേന്ത്യാ നേതൃത്വമാണ് RSSും BJPയും. നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയണ്ടാവില്ല, ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കണ്ണൂർ ജില്ലയെ ഒന്നാമത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി അതിനെ അവിടുത്തെ CPMനെ തകർക്കാൻ, CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം കണ്ണൂരാണെന്നും ആ കണ്ണൂരിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ദത്തെടുത്ത് പ്രവർത്തനം നടത്തിയ ഒരു വിഭാഗമാണ് ഈ RSS. ഞങ്ങൾക്കിതിനെപ്പറ്റിയെല്ലാം നല്ല ധാരണയുണ്ട്. ദത്തെടുത്തു, എന്നിട്ട് 2 കോടി രൂപ ആ ദത്തെടുത്ത സന്ദർഭം പ്രഖ്യാപിച്ച സമയം തന്നെ കൊടുത്തു CPMനെ തകർക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ബീഡി കമ്പനിയിൽ ഉൾപ്പെടെ അക്രമം നടത്തിയത്. മുഖപരിചയം പോലുമില്ലാതെ പാർട്ടി കേഡർമാരായ ബീഡി തൊഴിലാളികളെ ആരായാലും അനുഭാവിയായാലും ഉൾപ്പെടെ കൊന്നൊടുക്കി. ഒരു നിശ്ചിത തീയതി നിശ്ചയിച്ചു. ആ നിശ്ചിത തീയതിക്ക് ഇത്രാം മണി 11 മണി, അന്നാണ് 11 മണിയാണ് ഉപയോഗിച്ചത്. തലശ്ശേരി താലൂക്കിൻ്റെ വിവിധ മേഖലയിൽ ബീഡി തൊഴിലാളികൾ പണി തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ ബോംബെറിഞ്ഞു. തടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക് പറ്റി.
മുഖപരിചയം പോലുള്ള എന്തെങ്കിലും ശത്രുതയുള്ള ആളുകളല്ല ഭീഷണിപ്പെടുത്താനാണ്, ഭീതിപ്പെടുത്താനാണ്. ഇതാണ് RSS അന്നെടുത്ത നിലപാട്. ആ നിലപാടിനെ പറ്റി ഞാൻ നേരത്തെ തന്നെ മുമ്പ് തന്നെ ഇവിടെ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് തന്നെ പറഞ്ഞതാണ്. അങ്ങനെ CPM-നെ തകർക്കാൻ ആദ്യം കണ്ണൂർ ജില്ലയെ ദത്തെടുത്തു, പിന്നീട് ആലപ്പുഴയെ ദത്തെടുത്തു, നിരവധി ജില്ലകളെ ദത്തെടുത്തു, നിരവധിയായ ഞങ്ങളുടെ സഖാക്കളെ കൊന്നു RSS. ഇതിനോട് ശക്തിയായിട്ട് നിലപെട്ട് പമ്പിച്ച രീതിയിലുള്ള പൊരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ CPIM ഇവിടെ പ്രവർത്തിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ RSS-ന്റെ BJP-യുടെ അടിത്തറ വികസിക്കല്ല ചെയ്തത്, ദേശീയ ശരാശരിയും കേരള ശരാശരിയും കുറയുക ചെയ്തത്. കാരണം ജനങ്ങളതിനെ ശക്തിമത്തായ രീതിയിൽ പൊരുതിയിട്ടുണ്ട് അതിനെതിരായിട്ട്. അതുകൊണ്ട് RSS-ഉമായിട്ട് ബന്ധം ഞങ്ങളല്ല ഉണ്ടാക്കിയത്. RSS-ഉമായി BJP-യുമായിട്ട് ബന്ധമുണ്ടാക്കിയത് തൃശ്ശൂരിൽ കോൺഗ്രസ്സാണ്. മുമ്പ് നേമത്ത് കോൺഗ്രസ് തന്നെയാണ്.